പള്ളി തിരുപ്പള്ളി പുകളേറും രാക്കുളി നാളാണേ. ശ്രീനാൾ കിഷോരി പുള്ളിക്കാരിയാണ് ഇതിന് സ്റ്റാർട്ടിങ്. പുള്ളിക്കാരിനെ ട്രോൾ ചെയ്തിട്ട് ആ ഒരു വീഡിയോ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ എന്റെ ഫ്രണ്ട് തന്നെയാണ് ഇങ്ങനെ കുറച്ച് ലിസ്റ്റ് ഇട്ട് പാട്ടില്ല. കാര്യം എനിക്ക് അത്ര ഇഷ്ടമുള്ള പാട്ടാണ്. കോലം തുള്ളും താളം ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. ഇത് ഒന്നൊന്നര വേർഷനായി പോയല്ലോ. പ്രത്യേകിച്ച് വലിയ ഉദ്ദേശങ്ങളൊന്നും ഉണ്ടായില്ല. പുതിയ പാട്ടിന് ആവേശമൊക്കെ മൈൻഡിലുണ്ട്. എന്റെ വായിക്കാത്ത കയറിയിരുന്ന് വിടുവിച്ചാലേ ശരിയാവും. ഒരു സൽപുത്രൻ പിറന്നട പണ്ട് മഹാധ്യായം തുടക്കമായന്ന്. വിഘ്നേഷ് വിക്കി എന്നൊരു കിടിലം കക്ഷിയാണ് എന്നോടൊപ്പം ഉള്ളത്. ആളെ കുറിച്ച് ഞാൻ പറയത്തില്ല, ഞാൻ കാണിച്ചു തരാവേ. ആ പാട്ടൊന്ന് പാടാവോ? ശൂരം പടയുടെ ചെമ്പട കൊട്ടി കോലം തുള്ളും താളം വീരം പടയുടെ പൊന്മുടിയേറ്റി കൊട്ടിക്കേറും താളം. അതായത് നമ്മള് ഇൻസ്റ്റാഗ്രാമിൽ അടുത്തിടെ ഒരു വൈറലായ വീഡിയോ ആയിരുന്നു. മറ്റേ നമ്മുടെ മോഹൻലാൽ അഭിനയിച്ച വീരമ്പടയുടെ ചെമ്പട കൊട്ടിക്കോലം തുള്ളും താളം പഠിക്കേ. ഇതെങ്ങാനും ഉണ്ടല്ലോ ആ മ്യൂസിക് ഡയറക്ടർ കണ്ടാല് ആള് ചങ്കത്ത് കൈവച്ചിട്ട്. മ്യൂസിക് ഡയറക്ടർ കണ്ടു. പുള്ളി പറഞ്ഞു പുള്ളി ചെയ്ത സംഭവം പുള്ളി ഇപ്പൊ റിക്കളക്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. പുള്ളിക്ക് കൺഫ്യൂഷൻ ഇതിൽ ഏതാണോ ഒറിജിനൽ, ഞാൻ ചെയ്ത ഏതാണോ അല്ലേ? അതെ, പലരും പറയുന്നുണ്ട് വിക്കിയുടെ ആ പാട്ട് കണ്ടിട്ട് കമന്റ്സ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കമന്റ്, എടാ ഇതിന്റെ ഒറിജിനൽ പറഞ്ഞിട്ട് പോടാ, മറന്നു പോയെന്ന്. സിമ്പിൾ ആണ്, അത്രയും ഫാസ്റ്റ് സോങ്. സൂരം പടയുടെ ചെമ്പട കൊട്ടിത്താളം തുള്ളും താളം വീരം പടയുടെ ചെമ്പട വെക്കും തോളം ഇത്ര. ഇതിനെ എനിക്കറിയില്ല കുറച്ച് ലിറിക്സ് ഒക്കെ. അത് ഭയങ്കര രസമായിട്ട് ഒരു എന്താ പറയാ, ശൂരമ്പടയുടെ ചെമ്പട അങ്ങനെയല്ലേ, ഭയങ്കര രസമാണ്. ഇതെങ്ങനെയാ വിക്കി ഇങ്ങനെ ഒരു, അതായത് ഒത്രയും ഫാസ്റ്റ് സോങ്ങിനെ പിടിച്ച് ഈ നമ്മള് 2x ഇട്ട് പ്ലേ ചെയ്യാറുണ്ട് വീഡിയോസ്. ഇത് ഇത്രയും വലിച്ചു കൊണ്ടുവരണ്ട. അത് ജസ്റ്റ് എന്റെ ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞു നമുക്ക് ഇങ്ങനെ ഒരു സോങ് എന്തെങ്കിലും ചെയ്യണം. ശ്രീനാൾ കിഷോരി പുള്ളിക്കാരിയാണ് ഇതിന് സ്റ്റാർട്ടിങ്. പുള്ളിക്കാരിനെ ട്രോൾ ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്യാന്ന് പറഞ്ഞു. അത് ഞാൻ പറയാൻ മറന്നു കേട്ടോ. വിക്കിയുടെ നമ്മൾ ആ വീഡിയോ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഇങ്ങനെ കുറിയൊക്കെ തൊട്ട് ഭയങ്കര സംഭവമായിട്ട് അവരാണ് ഈ പാട്ടിനെ വേറൊരു തരത്തിൽ കൊണ്ടുപോകുന്നത്. അപ്പൊ പുള്ളിക്കാരിനെ ട്രോൾ ചെയ്തിട്ട് ഒരു വീഡിയോ ഇറക്കാന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ എന്റെ ഫ്രണ്ട് തന്നെയാണ് ഇങ്ങനെ കുറച്ച് ലിസ്റ്റ് ഇട്ടു പാട്ടിന്റെ. അപ്പൊ അതിനകത്ത് പറഞ്ഞ എനിക്ക് പെട്ടെന്ന് ക്യാച്ച് ആയിട്ട് തോന്നിയത് ഈ നരനിലെ ഈ സോങ് ആണോ. ഇത്രയും പാട്ടിനിടയ്ക്കാത്ത നരനില്ലാത്ത സോങ് ഇഷ്ടം. കാര്യം എനിക്ക് അത്ര ഇഷ്ടമുള്ള പാട്ടാണ്. അതുകൊണ്ടാണ് അതിനെ കൊളാക്കിയത്. മോഹൻലാൽ ഫാൻസ് കേൾക്കണ്ട. എന്നിട്ട് അപ്പൊ അങ്ങനെ എടുത്ത് അപ്പത്തേക്കും പിന്നെ അത് ഏതെങ്കിലും ആയിട്ട് സിങ്ക് ചെയ്യണമല്ലോ എന്ന് ഓർത്തപ്പോ ഇങ്ങനെ പെട്ടെന്ന് സ്കന്ദഷഷ്ടി കവചം മനസ്സിലേക്ക് വന്നു. അപ്പൊ അത് അങ്ങനെ ഇതുണ്ടോ? അതായത് ഈ പുള്ളിക്കാരി കഴിഞ്ഞ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. നവൽ കിഷോരിയുടെ ഒരു വൈറലായ സോങ്ങില് ഈ ട്യൂൺ ഉണ്ടായിരുന്നു. പെട്ടെന്ന് അതെന്റെ മനസ്സിലേക്ക് വന്നപ്പോ രണ്ടും കൂടി വെറുതെ ഒന്ന് മാച്ച് ചെയ്ത് നോക്കിയത്. അപ്പൊ മാച്ചായി. അങ്ങനെ ഇപ്പൊ 1-2 ഏതൊക്കെയായിരുന്നു? പിന്നെ രണ്ടാമത് പാലാപ്പള്ളി അത് ഇറക്കിയായിരുന്നു. പിന്നെ പാലാപ്പള്ളി ഒന്ന് പാടിക്കും. അല്ലല്ല, അത് കണി കാണും നേരമായിട്ട് പാലാപ്പള്ളി തിരുപ്പള്ളി പുകളേറും രാക്കുളി നാളാണേ പാലാപ്പള്ളി തിരുപ്പള്ളി പുകളേറും രാക്കുളി നാളാണേ. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് പോയി. ഇത് പാടുമ്പോ നിങ്ങക്ക് തന്നെ ചിരി വരില്ലേ? അല്ല, ആക്ച്വലി എനിക്ക് അങ്ങനെ ചിരി വരാറില്ല. ഞാനങ്ങനെ പാടി തീർക്കാം. ക്യാമറമാനും മാക്സിമം ബുദ്ധിമുട്ടുണ്ടാക്കാണ്ടിരിക്കുക, ഫസ്റ്റ് ടേക്കിൽ തന്നെ തീർക്കുക എന്നുള്ള മൈൻഡിൽ അങ്ങ് ചെയ്തു പോകണം. ഞാനൊന്ന് ട്രൈ ചെയ്തോട്ടെ. കണി കാണുന്നേരല്ലേ, കണി കാണും നേരം കമലാനേത്രന്റെ അങ്ങനെ വെച്ച് നോക്കുമ്പോ പാലാപ്പള്ളി തിരുപ്പള്ളി പുകളേറും രാവാണേ. അയ്യോ, എനിക്കൊന്നും പറ്റത്തില്ല. ഇത് രണ്ടും കൂടെ മൈൻഡ് വെച്ചിട്ട് ജസ്റ്റ് അങ്ങനെ എഴുതി വെക്കലൊന്നുമില്ല. ഡൗട്ട് വരുമ്പോഴത്തേക്ക് നേരെ ഗൂഗിൾ ചെയ്യും, ആ ലിറിക്സ് ഒന്ന് നോക്കും, എന്നിട്ട് രണ്ടൊന്ന് പാടി നോക്കും. ഓക്കെ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നേരെ കാണാപ്പാടം പഠിച്ചിട്ട് പാടും. നമ്മള് പറയും റീമിക്സ് റീമിക്സ് റീമിക്സ്. പല റീമിക്സ് കേട്ടിട്ടുണ്ട്. ഹരിശങ്കറിന്റെ മറ്റേ പൂക്കൾ പൂക്കും
തരണം മാറുയിരേ പാത്തതാ, അതിന്റെ ഒരു റീമിക്സ് നമ്മൾ കേട്ടിട്ടുണ്ട്. അതല്ല ഹരിശങ്കർ ചെയ്ത റീമിക്സ്. പിന്നെ നമ്മൾ കേട്ട റീമിക്സ് ഹരീഷ് ശിവരാമന്റെ റീമിക്സ് അല്ല, പാടുന്ന പാട്ടിനെ അതിന്റെ ഒന്ന് പിച്ചൊക്കെ ഒന്ന് മാറ്റി അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഇതിലേക്ക്. ഇത് ഒന്നൊന്നര വേർഷൻ ആയി പോയല്ലോ. വെറൈറ്റി കൊണ്ടുവരാന്ന് ഓർത്ത് ചെയ്തതാണ്. പ്രത്യേകിച്ച് വലിയ ഉദ്ദേശങ്ങളൊന്നും ഉണ്ടായില്ല. വൈറലാവുന്നു പ്രതീക്ഷിച്ചൊന്നുമില്ല, വെറുതെ ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കാം. ഇതിനു മുമ്പ് കുറെ വീഡിയോസ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു, അതായത് ഈ കാറ്റഗറി ആദ്യം കിട്ടണം. അല്ലാണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അല്ലാണ്ട് കുറെ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വിക്കിയുടെ ഇത് കുറെ പേര് എനിക്ക് അയച്ചു തന്നിരുന്നു. നമ്മൾ ഈ വൈറൽ കണ്ടന്റുകൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറെ പേര് ഇൻബോക്സിൽ വന്ന് അയച്ചു തന്നു ഇന്നപോലെ ഒരാളുണ്ടെന്ന്. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് ഇങ്ങനെ ഒരാള്. പെട്ടെന്ന് എനിക്കും ഇതെന്താടെ ഇങ്ങനെ, പക്ഷെ ലുക്കൊക്കെ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ് കേട്ടോ. അതില് ലുക്ക് വായിന്ന് പാട്ട് വരുമ്പോ മാത്രമേ ഉള്ളൂ മലയാളമാണെന്ന് മനസ്സിലാവുള്ളൂ. ലുക്ക് ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ്. അപ്പൊ ഇതൊക്കെ എവിടെ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്നേ? അത് ഫ്രണ്ടിന്റെ വീടുണ്ട് കലൂരുള്ള അനൂപ് ചന്ദ്രൻ എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ തന്നെയാണ് ഷൂട്ടിങ് ചെയ്യണത്. പുള്ളിയുടെ റൂമില് വെച്ചിട്ടാ ചെയ്യുന്നത്. ഇങ്ങനെ കുറിയൊക്കെ വരച്ച് മേക്കപ്പ് എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്യും. ഇനി ഞാനൊരു പാട്ട് പറഞ്ഞൊന്ന് റീമിക്സ് ചെയ്ത് തരാമോ? വേണം, അങ്ങനെയൊക്കെ പറ്റണം. ഒരു ഇല്ല, ഞാനത് എന്താന്ന് വെച്ചാ ആദ്യം മൈൻഡിൽ വന്നം, പിന്നെ അതിനുള്ള ട്യൂൺ കണ്ടുപിടിക്കണം, പിന്നെ നമ്മൾ സിങ്ക് ചെയ്ത് നോക്കണം, പിന്നെ അത് ലിറിക്സ് ഒന്ന് സെറ്റ് ചെയ്യണം. ഇല്ല, എന്റെ പാട്ട് ഇതാ. ഏഴിമല പൂഞ്ചോല എമ്മാമനക്ക് മണിമാല ഇത് അത് ഇപ്പൊ പറ്റണം, അതിനുള്ള കഴിവിപ്പായിട്ടില്ല. അല്ല നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം ഇപ്പൊ പാടിയെന്ന സ്കന്ദഷഷ്ടിയോ സ്കന്ദഷഷ്ടി കവചം അത് ഇതിന് ശരിയോ നോക്ക്. ഞാൻ ടാസ്ക് കൊടുത്തു, അത് സെറ്റ് ആവണില്ല. പുതിയ ട്യൂൺ കണ്ടുപിടിക്കേണ്ടി വരും. ഞാൻ വലിയ ടാസ്ക് കൊടുത്തേ. അപ്പൊ അടുത്ത പ്രാവശ്യം ഇത് ചെയ്യും. തീർച്ചയായിട്ടും ചെയ്യും. ഇപ്പൊ എനിക്കൊരു ചലഞ്ച് ആക്കി എടുത്തേക്കണം. ചലഞ്ച് കണ്ടോ, ഞാൻ എന്റെ മുന്നിൽ മുട്ട് കൊത്തിച്ചു. വേറെ ഏതൊക്കെ പാട്ടായിരുന്നു നീടെ ഇറക്കിയത്? പിന്നെ ബാഡാസ്, ലിയോന്റെ ബാഡാസ്. ബാഡാസ് ഞാൻ കേട്ടായിരുന്നു, ഒന്ന് പാടിക്കേ. അത് സ്കന്ദഷഷ്ടിയായിട്ട് ഞാൻ മിക്സ് ചെയ്താ. സിംഗം ഇറങ്ങുற കാട്ടുക്ക് വിരുന്ന് ഇവൻ വേട്ടക്ക് സെതറണും ഭയந்து പെരും പുള്ളിക്കെല്ലാം മുത്തിപ്പുള്ളി എഴുതി കൊടലുരുവിറ സംഭവമുരുതി ഇതുവരെയില നല്ലവ ഇരുந்த badass Mr. Leodas is a badass இந்த கதையில ராட்சச முகம் தான் badass Mr. Leodas. അങ്ങനെ ഇതെങ്ങാനുവേ തമിഴ്നാട്ടിൽ നിന്ന് എല്ലാവരും അറിയണം, ഇവിടെ വന്ന് ഇടിച്ചിട്ട് പോവായിരിക്കും ചില തമിഴ്. പക്ഷെ കുറെ പേര് എന്നെ മനുഷ്യൻ സ്റ്റോറി കിട്ടിട്ടുണ്ട്. ആള് വേറെ ലെവല്. ഞാൻ പറഞ്ഞല്ലേ 2x ആൾക്കാർ റീമിക്സ് ചെയ്യുമ്പോ ഇവിടെ നേരെ എത്ര എക്സിലാ തിരിച്ച് പുറകോട്ടടിക്കുന്നത്? 0.5 ഒക്കെ ആയിരിക്കണം. അതിനുശേഷം ഒരുപാട് പേര് ഇന്റർവ്യൂ ഒക്കെ ചെയ്തെന്ന് തോന്നുന്നു. വേറെ രണ്ടുപേര് വിളിച്ചായിരുന്നു. അപ്പൊ അവർക്ക് ഇന്റർവ്യൂ ചെയ്യാൻ കൊടുത്തു. ഇനിയിപ്പോ എന്നെ പുതിയ പാട്ടിന്റെ പണിപ്പുര ഏതാ? പുതിയ പാട്ടിന് ആവേശമൊക്കെ മൈൻഡിലുണ്ട്. ആവേശത്തിലെ പാട്ട് പൊന്നടാ സുഷിൻ ശ്യാമേ, പൊന്ന സുഷിൻ ശ്യാമ. ഇതിലൊന്നും എനിക്ക് പങ്കില്ല, ഞാൻ വെറുതെ വന്ന് ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ. എന്നെ പൊന്നെ മൈൻഡിലുണ്ടെന്ന് പറഞ്ഞിട്ടോ, അത് വർക്ക്ഔട്ട് ആവുന്ന അറിയില്ല. അതൊക്കെ അതിന് ഇതിലേക്ക് സെറ്റ് ചെയ്യണമെന്നൊക്കെ തീരുമാനിക്കണം. അപ്പൊ ഈ എടുക്കുമ്പം ഈ പറയുന്ന പോലെ ഭക്തി ഗാനങ്ങൾ ആ ഒരു ലെവലിൽ മാത്രമാണ് എടുക്കുന്നത്? തൽക്കാലം ആ ഒരു ഭക്തി ഗാനം ആ ഒരു ജോണർ പിടിക്കാന്ന് വെച്ചാൽ റിലീജിയനൊക്കെ ഒന്ന് മാറ്റി പിടിക്കണമെന്നൊക്കെ ഉണ്ട്. റിലീജിയൻ മാറ്റി പിടിക്കണം. പാലാപ്പള്ളി കൊണ്ടുപോയി കണി കാണുന്ന നേരത്തിന് വെച്ച് കൊടുത്ത ആളാണ്. പാലാപ്പള്ളിയിലെ കുരിശുപള്ളി കൊണ്ട് കണി കാണുന്ന നേരത്തിന് വെച്ച് കൊടുത്തു. അപ്പൊ റിലീജിയൻ മാറ്റി പിടിക്കണില്ല, ഇടി വരുമായിരിക്കും. പിന്നെ എന്ത് ചെയ്യുന്നു വിഘ്നേഷ്? ഞാൻ വൈറ്റിലുള്ള മോട്ടോഹോക്ക് എന്ന് പറഞ്ഞ ഷോപ്പില് അക്കൗണ്ടന്റ് ആണ്. ഓക്കെ, പാർട്ട് ടൈം ആയിട്ട്. പിന്നെ ഞങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ, ഇൻസ്റ്റാഗ്രാം ചാനൽ ഉണ്ട്, വെള്ളാന മീഡിയ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിൽ ഞങ്ങൾ കണ്ടന്റുകൾ കിട്ടുന്നുണ്ട്. പിന്നെ കുറച്ച് ഷോർട്ട് ഫിലിംസിന്റെ ഒക്കെ പ്ലാനിങ്ങിലാണ്. അപ്പൊ അതിന് സ്ക്രിപ്റ്റ് ഒക്കെ റെഡിയാണ്, പക്ഷെ പ്രൊഡ്യൂസർ കിട്ടണം. അപ്പൊ അതിന്റെ ഒക്കെ ആയിട്ടുള്ള ഓട്ടത്തിലാണ്. പ്രൊഡ്യൂസറെ പിടിക്കാനാണ് ഇമാതിരി. സ്വന്തമായി ഒരു പാട്ട് എഴുതി സിനിമയൊക്കെ ചെയ്തിട്ട് അത് ആരെങ്കിലും ഇതുപോലെ എടുത്ത് കണ്ടിച്ച് മുറിക്കണം. അപ്പൊ അറിയാം വിഷമം. അപ്പൊ പറയില്ല, എടാ കഷ്ടപ്പെട്ട് ചെയ്തതാടാ, എടുത്തോണ്ട് പോകുമ്പോ ഒരു മറ്റേ ഒരു ഇതെങ്കിലും പറയടാന്ന്. വാടാസൊക്കെ കേട്ടിട്ടേ ഞാൻ പറഞ്ഞില്ലേ, ഈശ്വര. അതിപ്പോഴത്തെ
ഭാവിയിലെ ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോ ആ പാടിയ പെങ്കൊച്ചില്ലേ നേരത്തെ പാടിയെന്ന് പറഞ്ഞു ശ്രീനാൾ കിഷോരി അവര് മലയാളം പാട്ടുകളല്ലായിരുന്നോ കൂടുതൽ? അത് ലിപ്സിങ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സീൻ ഉണ്ടായിരുന്നില്ലേ? അത് എനിക്ക് ഞാൻ അത്രയ്ക്ക് അങ്ങനെ ഫോളോ ചെയ്തിട്ടില്ല പുള്ളിക്കാരിനെ. പക്ഷെ എല്ലാം പുള്ളിക്കാരി ഞാൻ പാടിയേക്കണത് അത്. എന്നിട്ട് ലിപ്സിങ് കൊടുത്തേക്കണം, റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് അതിനനുസരിച്ച് ലിപ്സിങ് കൊടുത്തേക്കണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അവരാണ് ആ ട്രെൻഡ് കൊണ്ടുവന്നത്. അത് ശ്ലോകങ്ങളാ മിക്കതും, സംസ്കൃതം ആ ശ്ലോകങ്ങളൊക്കെയാണ് കൂടുതൽ, മലയാളമൊക്കെ കുറവാണ്. എന്താണെങ്കിലും വിക്കി, അടുത്തത് സുശീൽ ശ്യാമിനുള്ളൊരു വെല്ലുവിളിയാണ്. സുശീൽ ശ്യാമിന് വരെ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് അടുത്ത മ്യൂസിക് ഡയറക്ടർ തന്നെ വന്നേക്കുവാണ്. ഞാൻ XXL പോകുന്നത്, XXന്ന് XS എന്ന് പറയും, അതായത് സ്മോളിനെ ഏറ്റവും XS, അതിന്റെ XXSS ഓടട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. എന്തായാലും നല്ല നിലയിലെത്തും. ഇതൊക്കെ നമ്മളൊരു പരീക്ഷണമാണല്ലോ. എല്ലാം ആരോ പണ്ട് പറഞ്ഞിട്ടുണ്ട്, എല്ലാം എല്ലാത്തിന്റെയും കോപ്പിയാണ്. ഒരാൾക്ക് ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് അതിനെ ഇൻസ്പയർ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇൻസ്പയർഡ് ആയിട്ട് ചെയ്യും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.